ശിവേട്ടനും രാജീവനും കൂടി അലീനയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്ലാൻ ചെയ്യുകയാണ്. രാജീവൻ പറയുന്നു, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. രാജീവ് എല്ലാ കെണിയും ഒരുക്കി വെച്ചേക്കുകയാണ്, ഇനി ഇര വന്ന് ചാടിയാൽ മാത്രം മതി എന്നാണ് രാജീവൻ പറയുന്നത്. അലീനയെ വൈകുന്നേരം വീട്ടിൽ കൊണ്ടാക്കേണ്ടത് ഗോവർദ്ധനാണ്. ആ സമയത്ത് ഗോവർദ്ധനെ നമുക്ക് ഹോട്ടലിലേക്ക് വിളിക്കാം. അപ്പോൾ അലീന ഓട്ടോ വിളിച്ചോ ബസ്സിലോ പോകാൻ റെഡിയാവും. ആ സമയത്ത് അലീനയെ തട്ടിക്കൊണ്ടു പോകാമെന്നാണ് ഇവർ പറയുന്നത്. അലീന വൈജയന്തിയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുകയാണ്. അലീന ചെയ്യുന്നതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അലീന വൈജയന്തിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വൈജയന്തി ജ്യൂസ് കുടിക്കുന്നില്ല. അലീന ചെയ്യുന്നതൊന്നും വൈജയന്തി സമ്മതിച്ചു കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോള് ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വാങ്ങിച്ച് ചെയ്തു. സിസ്റ്റർ കൊടുത്തപ്പോൾ വൈജയന്തി ജ്യൂസ് കുടിച്ചു. അലീന അങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ റൂമിലേക്ക് വന്നു. വൈജയന്തിയോട് ഇപ്പോൾ എങ്ങനെയുണ്ട്, വേദനയൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, ആ കൈക്ക് നല്ല വേദന ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട, എല്ലാം ശരിയാവും, ആദ്യം ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട്. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരിച്ചുപോയി. ചന്ദ്രൻ്റെ സഹോദരി വന്നപ്പോൾ അലീന പോകാൻ റെഡിയായി. എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഗോവർദ്ധൻ അങ്കിൾ എന്നെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അയ്യോ, ഗോവർദ്ധനേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ ഇരുന്നിട്ട് അച്ഛനെയാണ് വിളിച്ചത്. അച്ഛനെ ഇറങ്ങാൻ പോവുകയാണ്, ഞാൻ ഒരു അരമണിക്കൂറിനകത്ത് ഇറങ്ങും, ഗോവർദ്ധൻ അങ്കിൾ എന്നെ കണ്ടില്ലെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ച് വന്നോളാം എന്ന് പറയുന്നു അലീന. ബാലചന്ദ്രൻ്റെ സഹോദരി വൈജയന്തിയുടെ റൂമിലേക്ക് വന്നു. അപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ്, നേരത്തെ നിന്ന കുട്ടി ഈ മാഡത്തിൻ്റെ മകളല്ലേ എന്ന് ചോദിച്ചു. മാഡത്തിന് മകളോട് ഒട്ടും സ്നേഹമില്ല, ഭയങ്കര വെറുപ്പാണ്. അപ്പോൾ ആ കുട്ടി ഊണ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചായിരുന്നു, അത് ആരാണ്, മകളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാലചന്ദ്രൻ്റെ സഹോദരി പറഞ്ഞു, അത് ബാലേട്ടൻ്റെ മകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടാനമ്മയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയുന്നു, അയ്യോ, ഈ രണ്ടാനമ്മ എന്തുമാത്രം ആ കുട്ടിയെ അവരായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് വൈജയന്തി ദേഷ്യത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അലീനയെ കാണാത്തത് കൊണ്ട് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അലീന വന്നോ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, ഇല്ല അച്ഛ, ഇതുവരെ വന്നില്ല. അയ്യോ, അലീന എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു, അലീന പോയി, ഞാനിവിടെ എത്തുന്നതിന് മുമ്പേ അവൾ പോയി എന്ന് പറഞ്ഞു. അലീനയെ തിരിച്ച് വീട്ടിലെത്തിക്കാൻ ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിരുന്നത് എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ ചൂടാവുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി അലീനയെ അന്വേഷിച്ചിറങ്ങി. ബാലചന്ദ്രൻ ശിവേട്ടനെ വിളിച്ച് ചോദിക്കുകയാണ്, അലീന എവിടെയെന്ന്. അപ്പോൾ നീ അലീനയെ എൻ്റെ അടുത്താണോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്, അലീന എവിടെയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ശിവേട്ടൻ പറഞ്ഞു. ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ പോലീസിൽ കേസ് കൊടുക്കും, മര്യാദയ്ക്ക് എവിടെയാണെന്ന് പറഞ്ഞു, നിങ്ങളറിയാതെ അലീന എങ്ങും പോകില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ നന്നായി ദേഷ്യപ്പെടുന്നു. കൃഷ്ണമോളോട് പറഞ്ഞു, മോള് ഗോവർദ്ധൻ അങ്കിളിനെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകണമെന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. സമയം അലീനയെ കാണിക്കുകയാണ്. അലീനയെ ആരോ ഇങ്ങനെ പിടിച്ച് തള്ളുകയാണ്. ഒരു ഗോഡൗൺ പോലുള്ള ഒരു റൂമിലേക്ക് അലീന വന്ന് വീഴുന്നതാണ് കാണിക്കുന്നത്.